നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ അടുത്തിടയ്ക്ക് മൈസൂരിലുള്ള വൃന്ദാവൻ ഗാർഡനകത്തുള്ള ഈ ഒരു റിസോർട്ടിനകത്ത് താമസിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ വൃന്ദാവൻ ഗാർഡൻ്റെ രാത്രി ഭംഗിയും പകലിലെ രാവിലത്തെ ഭംഗിയും ഒന്ന് കാണാൻ സാധിച്ചാൽ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. രാത്രിയിൽ അതിമനോഹരമായ ലൈറ്റുകളുടെ സഹായത്താൽ മനോഹരമാക്കിയിരിക്കുന്ന വൃന്ദാവൻ ഗാർഡൻ. അതെ, ലൈറ്റുകളൊക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു വൃന്ദാവൻ ഗാർഡനിൽ. എല്ലാ ദിവസവും ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കുമായിരിക്കും. മൈസൂർ പട്ടണത്തിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് വൃന്ദാവൻ ഗാർഡൻ. കൃഷ്ണരാജശേഖര ഡാമിനോട് ചേർന്നാണ് വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയുടെ കുറുകെയുള്ള ഡാമാണ് കൃഷ്ണരാജശേഖര ഡാം. 1932 പണി പൂർത്തിയായി സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഡാം. മിശ്ര ഇസ്മായിൽ എന്ന ഒരു ദിവാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മനുഷ്യൻ. അതുകൊണ്ടാവാം ഇതിനകത്ത് മുഴുവനായിട്ടും കുറേയൊക്കെ മുസ്ലിം തച്ചുശാസ്ത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വർഷവും ഒരുപാട് സഞ്ചാരികൾ ഇത്ര മനോഹരമായ കാഴ്ചകൾ കാണുവാൻ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ വൃന്ദാവൻ ഗാർഡനിലൂടെ നടന്നു പോവുകയാണ്. മനോഹരമായ വൃന്ദാവൻ ഗാർഡൻ, നല്ല മനോഹരമായ ഒരു സുഖമുള്ള ഒരു ക്ലൈമറ്റ്. അത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല ചൂടൊന്നുമില്ല, എന്നാൽ നല്ല തണുപ്പുമില്ല. ഒരു സന്തോഷമായ ഒരു ക്ലൈമറ്റ്, ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റ്. ഈ ലൈറ്റുകളുടെ ഭംഗിയിൽ ഈ വൃന്ദാവൻ ഗാർഡൻ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. പണ്ട് മസനഗുഡി വഴി ഊട്ടിയിൽ പോയപ്പോൾ ആർക്കോ ഉണ്ടായ ആ അനുഭവമല്ല, വളരെ മനോഹരമായ ഒരനുഭവം. അങ്ങനെ നമ്മൾ ഈ വൃന്ദാവൻ ഗാർഡൻ്റെ ഓരോ കാഴ്ചകളും കണ്ട് മുൻപോട്ട് നടക്കുകയാണ്. അവിടെയും ഇവിടെയും കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ലൈറ്റുകളുടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് നടക്കുകയാണ്. അവിടെ ഡാമിലേക്ക് നോക്കുമ്പോൾ ഡാമിൽ മനോഹരമായ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ ലൈറ്റുകളാണ് രാത്രിയിൽ വൃന്ദാവൻ ഗാർഡനെ മനോഹരമാക്കുന്നത്. വാട്ടർ ഷോ ഒക്കെ ഉണ്ടല്ലോ, ലൈറ്റ് കൊണ്ടും വെള്ളം കൊണ്ടുമുള്ള വാട്ടർ ഷോ. ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കും. യൂട്യൂബിൽ ഞാൻ കോപ്പിറൈറ്റ് പ്രമാണിച്ച് വേറെ പാട്ടിട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് ചാനലിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്ര മനോഹരമായ ഒറിജിനൽ പാട്ടിട്ട ഒരു മനോഹരമായ ഒരു ഡാൻസ്, സൂപ്പറാണ്. അത് ഒന്ന് പോയി കണ്ടത് ആവശ്യമാണ് കേട്ടോ. ഇവിടെ വരാത്തവർക്കും ആ ദൃശ്യാനുഭവം കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മുൻപേക്ക് നടന്നു പോവുകയാണ്. വളരെ രസമുണ്ട് നമ്മുടെ അപ്പോൾ നമ്മൾ ആ വൃന്ദാവൻ ഗാർഡൻ്റെ ഉള്ളിൽ അവിടെ അതാ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയിൽ ആ ഫൗണ്ടൻ കാണാൻ എത്ര മനോഹരം. രാത്രിയിലാണ് ആ ഫൗണ്ടൻ്റെ ആ ഒരു മനോഹാരിതയെന്ന് തോന്നിപ്പോകും. എല്ലാ സമയത്തും ലൈറ്റൊക്കെ ഇട്ട് ഇവർക്ക് എത്രമാത്രം കറണ്ട് ബില്ല് വരുന്നുണ്ടായിരിക്കും. അതെ, ഇവരാണല്ലോ കറണ്ട് ഉണ്ടാക്കുന്നത്. ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കീഴിലൂടെയുള്ള നടത്തം. അതെ, നമുക്ക് നടന്ന ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കീഴിലൂടെ ഇങ്ങനെ പോകാം. കൊള്ളാം. ഇതിൻ്റെ മനോഹാരിത കാണണമെങ്കിൽ ലൈറ്റൊക്കെ അടിച്ചു നോക്കി പോകണം കേട്ടോ. അത്ര മനോഹരമാണ്, എന്തൊന്നും പറയാനില്ല. വേനൽ തുടങ്ങിയതുകൊണ്ടാകും മുഴുവൻ കരിഞ്ഞിരിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നല്ലതായിരുന്നേനെയായിരിക്കാം. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ നടന്ന് താണ്ടെ ആ ഡാമിൻ്റെ സൈഡിലെത്തി. ഇന്ത്യൻ ഫ്ലാഗിനാൽ നിറഞ്ഞിരിക്കുന്ന ഡാം. കൊള്ളാം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. മ്യൂസിക് വിത്ത് വാട്ടർ ഷോയുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. നടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാ നോക്കൂ, അവിടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു ലൈറ്റ് കൊണ്ട് ഇന്ത്യൻ ഫ്ലാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈ വൃന്ദാവൻ ഗാർഡനകത്താണ് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലുണ്ട് മയൂരി, അതിനകത്താണ് താമസിച്ചത്. അതുകൊണ്ടാണ് രാത്രിയിൽ ചുമ്മാ ഇതിലെ കൂടെ കറങ്ങി നടക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മയൂരിയിലൊക്കെ താമസിച്ച് മയൂരി അടുത്തൊരു ഓർക്കിഡ് വ്യൂ അങ്ങനെ കണ്ടാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെയൊക്കെ സഞ്ചരിച്ച് ഇങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. നേരെ പോകുമ്പോൾ അവിടെ നമുക്ക് വാട്ടർ ഷോ കാണാൻ സാധിക്കും. വാട്ടർ ഷോയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒറിജിനൽ ഓഡിയോ ഇട്ടത് ഫേസ്ബുക്ക് ചാനൽ കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളാണ് വാട്ടർ ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ് വാട്ടർ ഷോയുടെ അടുത്തേക്ക്. വാട്ടർ ഷോ അതിഗംഭീരമാണ്. അപ്പോൾ നമുക്ക് വാട്ടർ ഷോയുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ദാണ്ട വാട്ടർ ഷോയുടെ അടുത്തെത്തി. ചുറ്റും ആളുകൾ മനോഹരമായിട്ട് ഇരിക്കുന്നു. നമ്മൾ പങ്കുള്ള വാട്ടർ ഷോ ലൈറ്റൊക്കെ ആണെങ്കിൽ കൂടെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് തരുന്നുണ്ട്.
വാട്ടർ ഷോ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. സൂപ്പർ വാട്ടർ ഷോ ആകാം കണ്ടു. ഫുൾ വാട്ടർ ഷോ ഫേസ്ബുക്ക് ചാനലുണ്ട് കേട്ടോ, പോയി കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മൾ നേരെ ആ വൃന്ദാവനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. വൃന്ദാവനിലെ നമ്മുടെ കൃഷ്ണനും രാധയും ലൈറ്റിനാൽ സന്തോഷമാർന്ന് നിൽക്കുന്നുണ്ട്. ബാക്കിൽ ഒരു ഇന്ത്യയുടെ ഭൂപടവും അതിനുള്ളിൽ ഗാന്ധിജിയൊക്കെ ഉണ്ട്. മനോഹരമായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ കാണുന്നതാണ് അതിമനോഹരമെന്ന് തോന്നിപ്പോകുന്ന വിധമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 5:30-6 മണിയായപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. യഥാർത്ഥ വൃന്ദാവൻ എന്താണ്? പണ്ട് രാജാവ് രാവിലെ ഉലാത്തിയതുപോലെ എനിക്ക് എന്താണ് ഉലാത്തിയാൽ എന്നുള്ളതാണ് എൻ്റെ വിഷയം. അങ്ങനെ രാവിലെ ഞാൻ ഉലാത്താൻ വന്നപ്പോഴും രാവിലെ അതാ ഫൗണ്ടനുകളെല്ലാം ഓണാണ്. രാവിലെ ഞാൻ മാത്രമേ ഉള്ളൂ വൃന്ദാവൻ ഗാർഡനിൽ. എനിക്ക് തന്നെ എന്നോടൊരു സന്തോഷം. ഈ റിസോർട്ടിൽ താമസിച്ചത് കൊണ്ടാണ് കേട്ടോ. അത്ര വിലയുള്ള റിസോർട്ടാണ്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിലൊക്കെ കയറാൻ നോക്കി, അവർ കയറ്റിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങനെ റിസോർട്ടിൻ്റെ സൈഡിലൂടെ നടന്ന് ഈ ഫൗണ്ടനുകളെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേനൽ തുടങ്ങിയത് കൊണ്ടാകാം ഇവിടെ മുഴുവൻ വൃന്ദാവൻ ഗാർഡൻ മുഴുവൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത്രയ്ക്ക് മനോഹാരിതയൊന്നും എനിക്കവിടെ കാണാൻ സാധിച്ചില്ല. കുറേ ഉണങ്ങിക്കരിഞ്ഞ സാധനങ്ങളും പിന്നെ നമ്മുടെ ഡാമിൻ്റെ അടുത്തുള്ള ലേക്കിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളുമൊക്കെയാണ് മനോഹരമായിട്ട് തോന്നിയത്. അത്ര മനോഹരമായിട്ട് തോന്നാത്തത് കൊണ്ട് നിങ്ങളോട് മനോഹരം എന്ന് പറയാൻ പാടില്ലല്ലോ. വേനലായതുകൊണ്ടാണ് കേട്ടോ. വേനലൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ വരുമ്പം പൊളിക്കുമായിരിക്കും. പിന്നെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഉണങ്ങിപ്പോയി, ഇങ്ങനെ ഉണങ്ങി നശിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യുക? പ്രകൃതി ഒരു സംഭവമാണ് കേട്ടോ. ഓരോ നിമിഷവും തൻ്റെ ശരീരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കും. ഇന്നലെ രാത്രി നടന്നുപോയ ആ ഒരു സ്ഥലമാണ് കേട്ടോ. രാവിലെ നടന്നപ്പോഴും അതുപോലൊക്കെ തന്നെയുണ്ട്, ഒരു ഗുണവുമില്ല. അങ്ങനെ നമ്മൾ ആ ഗാർഡൻ്റെ നടുക്കൂടെ നടക്കുകയാണ്. പോച്ചകൾ പോലും ഉണങ്ങി കരിഞ്ഞു പോയിരിക്കുന്നു. വെള്ളമുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ ദൈവമേ ഇത്. അങ്ങനെ വൃന്ദാവൻ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നെനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുക. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ സീ യു അഗൈൻ. ബൈ ബൈ.